ക്രൈസ്റ്റ് മീഡിയ യൂട്യൂബ് ചാനലിൽ ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തു നാമത്തിൽ സ്നേഹത്തെയും വന്ദനത്തെയും കൂടെ ഒരു പ്രാവശ്യം കൂടെ അറിയിക്കുക. അത് ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന വേദഭാഗം ആമേൻ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 40-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: വിശ്വസിച്ച നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഇവിടെ യേശു മാർത്തയോട് പറയുകയാണ്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഇവിടെ ഹല്ലേലൂയ, മഹത്വം കാണണമെങ്കിൽ ദൈവത്തെ വിശ്വസിക്കണം. വിശ്വസിച്ചാൽ മാത്രമേ എന്ത് ചെയ്തുള്ളൂ, അവൻ മഹത്വം കാണത്തുള്ളൂ. നമുക്ക് ഹല്ലേലൂയ യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായം വായിക്കുമ്പോൾ അമ്മേ മറിയുടെയും അവരുടെ സഹോദരി മാർത്തയുടെയും ഗ്രാമമായ ബെഥാനിയ അമ്മ യേശു എന്റെ ഏറ്റവും യേശു അമ്മേ മാർത്തയെയും മറിയെയും അവളുടെ സഹോദരിയെയും അമ്മേ ഹല്ലേലൂയ ലാസറിനെയും എന്ത് ചെയ്തു, ഏറെ സ്നേഹിച്ചിരുന്നു. യേശു ഏറ്റവും സ്നേഹിച്ചിരുന്ന ഒരു ഭവനത്തിലാണ് ഇന്ന് ഹല്ലേലൂയ മരണത്തിന്റെ നിലവിളി ഉയർന്നിരിക്കുന്നത്. ഇത് അറിഞ്ഞിട്ട് യേശു എന്ത് ചെയ്തു? 2 ദിവസം എവിടെയാണോ പാർത്തത് അവിടെ തന്നെ എന്ത് ചെയ്തു, കർത്താവ് പാർക്കുവാൻ ഇടയായി. എന്നിട്ട് പിന്നെ പറയുകയാണ്, എന്റെ 2-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നാം വീണ്ടും യഹൂദിലേക്ക് പോകാം, അമ്മ യഹൂദിലെ ബെഥാനിയിലേക്ക് പോകാം എന്ന് യേശു പറയുവാനിടയായി. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ലാസർ അതിന്റെ 12-ാം വാക്യം തൊട്ട് വായിക്കുമ്പോൾ ലാസർ മരിച്ചു കല്ലറയിൽ വെച്ച് 4 ദിവസമായെന്ന് യേശു അറിഞ്ഞു. അമ്മീൻ. എന്നിട്ട് യേശു എന്ത് ചെയ്തു? അമ്മീ ഹല്ലേലൂയ അതിനുശേഷം വരുവാൻ ഇടയായി തീർന്നു. എന്നിട്ട് മാർത്തയുമായുള്ളൊരു ഒരു കമ്മ്യൂണിക്കേഷനാണ് നമ്മളിവിടെ കാണുവാൻ കഴിയുന്നത്. അമ്മ ഈ കർത്താവ് നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കത്തില്ലായിരുന്നു. അപ്പൊ യേശു ഇവിടെ ഉണ്ടായതെങ്കിൽ ഹല്ലേലൂയ മരിക്കുകയില്ലായിരുന്നു എന്ന് അമ്മ മാർത്ത യേശുവിനോട് പറയുകയാണ്. അമീൻ ഹല്ലേലൂയ. എന്നിട്ട് യേശു പറയുകയാണ്, ഇപ്പോഴും നീ വിശ്വാസത്തോടെ ദൈവത്തോട് എന്തെങ്കിലും അപേക്ഷിച്ചാൽ ദൈവം നിനക്ക് നൽകി തരും എന്നാണ് ഇവിടെ പറയുവാനിടയായത്. അമ്മ നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് യേശു പറഞ്ഞു. യേശു മാർത്തയോട് വ്യക്തമായി പറയുകയാണ്, ലാസർ എന്ത് ഉയർക്കും ഹല്ലേലൂയ എന്ന് പറയുകയാണ്. പക്ഷെ എന്നാൽ അവൾ പറയുന്നത് അമ്മ ഉയർത്തെഴുന്നേൽക്കും ഒടുക്കുന്ന നാളിലെ പുനരുത്ഥാനത്തിൽ എന്ന് പറയുകയാണ്. ഹല്ലേലൂയ. ഈ മാർത്ത ഹല്ലേലൂയ വിശ്വസിച്ചില്ല. അവൻ ലാസറിനെ ഉയർത്തുവാൻ ദൈവത്തിന് അവൻ മരിച്ചവനെ ഉയർപ്പിക്കാൻ കഴിയുമെന്ന് അത് പുനരുത്ഥാന സമയത്തല്ല, ഇപ്പോൾ ജീവിതത്തിൽ ഹല്ലേലൂയ ഉയർപ്പിക്കുമെന്ന് മാർത്തയ്ക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. വിശ്വാസമില്ലാത്തവർക്ക് ദൈവത്തിന്റെ പ്രവൃത്തി തിരിച്ചറിയാൻ കഴിയത്തില്ല. വിശ്വാസമില്ലാത്തവർക്ക് അത്ഭുതങ്ങളെ കാണുവാൻ കഴിയത്തില്ല. അവരുടെ അകത്തെ മനുഷ്യൻ എന്ത് ചെയ്യും? ഹല്ലേലൂയ അത് എന്ത് ചെയ്യാം? തുറക്കപ്പെടത്തില്ല. അകത്തെ മനുഷ്യനിലാണ് ദൈവത്തിന്റെ പ്രവൃത്തി മനസ്സിലാക്കുന്നത്. ഒരു ആത്മീക ഹല്ലേലൂയ അകത്തെ മനുഷ്യനിലാണ് ആത്മീകമായ വളർച്ച ഉണ്ടാകുന്നത്. അകം ശക്തമാണെങ്കിൽ എന്ത് ചെയ്യും? ദൈവിക പ്രവൃത്തിയെ വിശ്വസിക്കുവാൻ ഇടയായിത്തീരും. ഇവിടെ പറയുകയാണ് യേശു ഹല്ലേലൂയ മാർത്തയോട് പറയുന്ന, വിശ്വസിച്ചാൽ എന്ത് ചെയ്യും? ദൈവത്തിന്റെ മഹത്വം കാണും. നമ്മുടെ ജീവിതത്തിൽ പല വിഷയങ്ങൾ കടന്നു വരുമ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിക്കാത്ത മൂലമാണ് ദൈവത്തിന്റെ വിടുതൽ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാൻ താമസിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ പരിപൂർണമായി വിശ്വാസം ഉണ്ടെങ്കിൽ ദൈവ പ്രവർത്തികൾ എന്ത് ചെയ്യും? നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുക തന്നെ ചെയ്യും. യേശു ക്രിസ്തുവിൽ പരിപൂർണമായ ഒരു വിശ്വാസം മാർത്തയ്ക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഹല്ലേലൂയ യേശുവിനെ വിടുവിക്കാൻ കഴിയുമെന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചിരുന്നെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്തില്ല, അവൾ അങ്ങനെ പറയുകയില്ലായിരുന്നു, കർത്താവേ മരിച്ചു. കല്ലറയ്ക്കൽ പോയപ്പോഴും അവൾ പറയാം, നാട്ടം വെച്ച് 4 ദിവസമായി എന്ന് പറയാൻ. യേശു പുനരുത്ഥാനം ജീവനുമായ കർത്താവ് കൂടെയുണ്ട്. ആ ദൈവം എന്റെ സഹോദരനെ വിടുവിക്കുക ശക്തനാണെന്ന് ഉറച്ചൽ പൂർണ്ണമായി വിശ്വസിച്ചിരുന്നെങ്കിൽ ദൈവത്തോട് പ്രത്യുത്തരം പറയുവാൻ അവൾ തയ്യാറാകുമായിരുന്നില്ല. വിശ്വാസത്തിന്റെ അളവ് നമുക്ക് എത്രത്തോളം ഉണ്ടോ അത്രത്തോളമാണ് ദൈവത്തിന്റെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുന്നത്. ഹല്ലേലൂയ. ഇവിടെ മാർത്ത പറയും, നാറ്റം വെച്ചു 4 ദിവസമായില്ലയോ? എന്നിട്ട് കർത്താവ് പറയുക 40-ാം വാക്യത്തിൽ പറയുകയാണ്, അവൾ എന്ത് ചെയ്യാ? അപ്പോഴത്തെ സാഹചര്യത്തെ നോക്കിയാണ് മാർത്ത സംസാരിക്കുക. എന്നാൽ സാഹചര്യങ്ങളെ നോക്കുന്ന ദൈവമല്ല, നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. ദൈവത്തിന് പ്രവർത്തിക്കുവാൻ അവൻ 1 സെക്കൻഡ് മതി.
ഒരു മിനിറ്റ് മതി. ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ് സാഹചര്യത്തെ മാറ്റുന്ന നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. ദൈവം പറയുകയാണ്, വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ അല്ലേ എന്നിട്ട് പറയുകയാണ്. ഹല്ലേലൂയ. എന്നിട്ട് പറഞ്ഞ അവരോട് പറഞ്ഞ കല്ല് നീക്കണമെന്ന് പറഞ്ഞു. അവർ നീക്കി. ഹല്ലേലൂയ. കർത്താവ് പിതാവിനോട് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ഇവിടെ കാണുവാൻ കഴിയുന്ന കല്ല് യേശു മുകളിലൂർന്ന്, പിതാവേ നീ എന്റെ അപേക്ഷ കേട്ടതിനാൽ ഹല്ലേലൂയ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. ഹല്ലേലൂയ. പിതാവിന്റെ പിതാവിനോട് നമുക്കത് പ്രാർത്ഥന കാണിച്ചില്ലേ ദൈവം. യേശു ദൈവമാണ്, ഒപ്പം മനുഷ്യനുമാണ്. ഹല്ലേലൂയ. എന്നാൽ ദൈവം കാണിക്കുകയാണ് നമുക്ക് വിശ്വാസം. നമുക്ക് ഹല്ലേലൂയ ദൈവം നമ്മുടെ വിശ്വാസം പ്രവർത്തിക്കും. നമ്മൾ ഹല്ലേലൂയ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ, ദൈവത്തിന്റെ സ്നേഹിപ്പാൻ തയ്യാറായാൽ ഹല്ലേലൂയ യേശു ഇവിടെ നമുക്ക് ഒരു മാതൃക കാണിച്ചു തരികയാണ്. പിതാവിനോട് പ്രാർത്ഥിച്ചു, കണ്ണുകൾ ഉയർത്തി, തന്നെ മുഖം ഉയർത്തി പിതാവിനോട് പ്രാർത്ഥിച്ചു. എന്നിട്ട് പിതാവേ നീ എന്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. ഹല്ലേലൂയ. ഇവിടെ അപേക്ഷ ഉല്ലാസം ഉയർപ്പിക്കണം. ആ ദേശം ഹല്ലേലൂയ ദേശം മാത്രമല്ല, സ്വന്തം സഹോദരിയായ മാർത്ത പോലും പറഞ്ഞു നാറ്റം വെച്ചു. നാറ്റം വെച്ച് ഇനി എന്ത് ചെയ്ത് ഉയർക്കത്തില്ല, ഇനി ഈ വിഷയത്തിന്റെ മറുപടി ഇല്ല. ഹല്ലേലൂയ. ലാസർ ഉയർക്കും. എപ്പോഴാ? പുനരുത്ഥാനത്തിന്റെ സമയത്ത് ഉയർക്കുമെന്ന് പറഞ്ഞ ഹല്ലേലൂയ മാർത്തയുടെ മുമ്പിൽ തന്നെ ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ കണ്ണ് തുറക്കത്തക്കവണ്ണം ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയായി. അസാധ്യമെന്ന് പറയുന്ന മേഖലകൾ അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങളെ നോക്കി കഴിയത്തില്ല, ലഭിക്കത്തില്ല, ഇനി നടക്കത്തില്ല, ഹല്ലേലൂയ ഇനി സാധ്യത ഒന്നുമില്ലെന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ വചനത്തിലൂടെ ദൈവം നമ്മോട് പറയുകയാണ്, വിശ്വസിക്കാൻ നീ തയ്യാറാണെങ്കിൽ, വിശ്വസിക്കാൻ നീ തയ്യാറാണെങ്കിൽ, അന്ധമായി ദൈവത്തെ വിശ്വസിക്കാൻ നീ തയ്യാറാണെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി എന്ത് ചെയ്യും? നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുവാനിടയായി. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും കല്ല് നീക്കി. ലാസറെ പുറത്തു വരിക എന്ന കർത്താവ് പറഞ്ഞു. ഹല്ലേലൂയ. ലാസർ പുറത്തു വന്നു. ഹല്ലേലൂയ. ഒരു വാക്കുകൊണ്ട് സകലത്തെ മുളവാക്കിയ ആ കർത്താവിനെ തിരുവായി മൊഴിഞ്ഞ് ലാസറിനെ വിളിച്ചപ്പോൾ അവൻ പുറത്തു വരുവാനിടയായി. ദൈവശബ്ദം മരിച്ചവനെ പുറത്തു കൊണ്ടുവരും. ദൈവശബ്ദം കല്ലറ കിടക്കുന്നവനെ പുറത്തു കൊണ്ടുവരും. ദൈവശബ്ദം അസ്ഥികളെ ജീവിപ്പിക്കും. ദൈവത്തിന്റെ ശബ്ദത്തിന് മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന ദൈവത്തിന്റെ ശബ്ദം, നമ്മുടെ ദൈവത്തിന്റെ ശബ്ദത്തിന് ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ജീവനില്ലാത്ത മേഖലകളിൽ ജീവൻ വിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും. ദൈവത്തിൽ വിശ്വസിക്കുക, ആഴമായി ദൈവത്തിൽ വിശ്വസിക്കുക. ഹല്ലേലൂയ. ഇവിടെ ലാസർ പുറത്തു വന്നു. അവൻ മരിച്ചവൻ പുറത്തു വന്നാ പറയുന്നത്. ഹല്ലേലൂയ. 44 അവൻ മരിച്ചവനായിരുന്നു, പക്ഷേ എന്ത് ചെയ്തു? ദൈവം അവനെ പുറത്തു കൊണ്ടുവന്നു. അവന്റെ കാലും കൈയും ശീലം കൊണ്ട് കെട്ടി മുഖം റൂമാൽ കൊണ്ട് മൂടിയുമില്ല. ഹല്ലേലൂയ. അവനെ അടക്കിയ പോലെ അവൻ എന്ത് പുറത്തു വന്നു. എന്നാൽ അവനെ അടക്കിയത് മരിച്ചിട്ടാണെങ്കിൽ അവൻ ഉയർത്തെഴുന്നേറ്റത്. ഹല്ലേലൂയ. അവനെ ദൈവം എഴുന്നേൽപ്പിച്ചത് ജീവനുള്ളവനായ. പക്ഷെ എന്നാല് മനുഷ്യൻ കെട്ടിയ കെട്ടുകളില്ല ദൈവം അവന്റെ മുഖത്ത് അണിയിച്ച്. ഹല്ലേലൂയ. മനുഷ്യനെ കൊടുക്കാൻ കഴിയാത്ത രക്ഷ, ഹല്ലേലൂയ, ജീവൻ ദൈവം ലാസം നൽകി ദൈവം അവനെ ഹല്ലേലൂയ പുറത്തു കൊണ്ടുവരാൻ ഇടയായി തീർന്നു. ദൈവത്തിന്റെ ശക്തി അവിടെ ഹല്ലേലൂയ പ്രതിഫലിക്കുവാൻ ഇടയായി. ഇവിടെ അത് കണ്ടിട്ട് ഹല്ലേലൂയ യഹൂദന്മാർ പലരും യേശുവിനെ വിശ്വസിക്കുവാനിടയായി. ഒരു ഭവനത്ത് ദൈവത്തിന്റെ പ്രവൃത്തി നടന്നെങ്കിൽ ഹല്ലേലൂയ ആ ദേശത്ത് ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രവൃത്തിക്കായ അനേകം വിശ്വാസം കൊണ്ടുവരാനാ ഒരു ഭവനത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി നടന്നെങ്കിൽ ഹല്ലേലൂയ ആ ദേശത്ത് ഒരു കൂട്ടം ജനത്തെ, ഒരു കൂട്ടം വ്യക്തികളെ വിശ്വാസത്തിലേക്ക് നടത്തുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ കണ്ടു യഹൂദന്മാർ ക്രിസ്തുവിൽ വിശ്വസിച്ചു. ഇവിടെ പറഞ്ഞ് വിശ്വസിച്ചതാ. ഹല്ലേലൂയ. ദൈവത്തിലേക്ക് ചേർന്ന് വന്നല്ല പറഞ്ഞ. ഇവിടെ എന്താ പറയുക? ദൈവത്തിൽ വിശ്വസിച്ചു. അതുകൊണ്ട് വിശ്വാസത്തിന് വലിയ ഹല്ലേലൂയ ഹല്ലേലൂയ വിലയുണ്ട്. നമ്മുടെ വിശ്വാസത്തിനാണ് വിലയുള്ളത്. നാം വിശ്വാസ നീതീകരിക്കപ്പെട്ടത്. ഹല്ലേലൂയ. വിശ്വാസനായ പൂർത്തീകരണമായ കർത്താവാണ്. ദൈവം വിശ്വാസത്തിന്റെ പൂർത്തീകരണത്തിന്റെ ദൈവമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പല വിഷയങ്ങൾ കടന്നു വരുമ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിക്കണം. ഹല്ലേലൂയ. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ദൈവ പ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും.
അബ്രഹാമിനെ നോക്കുകയാണെങ്കിൽ ഹല്ലേലൂയ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസ ദൈവത്തിന് മഹത്വം കൊടുത്തപ്പോൾ ദൈവ പ്രവൃത്തി അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയായി. യേശുക്രിസ്തു പരിപൂർണമായ ഒരു വിശ്വാസം ഉണ്ടാകണം. നമ്മുടെ വിഷയങ്ങളുടെ നടുവിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് നാം പൂർണ്ണമായി വിശ്വസിക്കണം. എത്ര കഠിനമായ വിഷയങ്ങളാണെങ്കിലും കുഞ്ഞെ, നിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ഹല്ലേലൂയ വിശ്വാസം അടിയുറച്ചതാണെങ്കിൽ, നിന്റെ വിശ്വാസത്തിന്റെ അളവ് വർദ്ധിക്കുന്നതാണെങ്കിൽ നീ അതിന്റെ മേൽ വിടുതല്, നിന്റെ ജീവിതത്തിൽ വിടുതൽ അയക്കുക തന്നെ ചെയ്യും ദൈവം. ഇന്നും പരിപൂർണമായ യേശുവിൽ കർത്താവിൽ നമുക്ക് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ഹല്ലേലൂയ നമുക്ക് മുന്നോട്ട് പോകുവാൻ ഇടയായിത്തീരും. പ്രിയമുള്ളവരെ, നമ്മുടെ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം എത്രത്തോളം വർദ്ധിക്കുന്നുവോ അത്രത്തോളം നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടികൾ വേഗത്തിൽ ലഭിക്കുവാനിടയാകും. അസാധ്യങ്ങളുടെ മേഖലകളിൽ ഒരു സാധ്യതയുമില്ല. ഹല്ലേലൂയ. ഡോക്ടർമാർ പറഞ്ഞു ഇനി രക്ഷയില്ല. ഹല്ലേലൂയ. എന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ഡോക്ടർ പറയുന്നല്ല വിശ്വസിക്കേണ്ടത്. യേശു പറയുകയാണ്, നീ വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണും. ജീവിതത്തിന്റെ പല മേഖലകളിലും വിശ്വസിക്കാൻ തയ്യാറായാൽ നിശ്ചയമായും യേശു പറയുകയാണ്, നീ വിശ്വസിക്കാൻ തയ്യാറാമോ? നിന്റെ കൺമുമ്പിൽ അസാധ്യങ്ങളായിരിക്കും. നിന്റെ കൺമുമ്പിൽ ഹല്ലേലൂയ ഒരു സാധ്യതയില്ലായിരിക്കും. എന്നാൽ നിന്റെ കണ്ണു മുമ്പിൽ അസ്ഥിയുടെ ഹല്ലേലൂയ അസ്ഥി കൂട്ടങ്ങളായിരിക്കും, അസ്ഥിയുടെ താഴ്വയായിരിക്കും. എന്നാൽ യേശു പറയുകയാണ്, നീ വിശ്വസിക്കാൻ തയ്യാറാകുമെങ്കിൽ അസ്ഥി ജീവൻ പ്രാപിക്കാൻ ഇടയാകും, അസ്ഥിയുടെ മേൽ ജീവൻ വ്യാപരിക്കുവാൻ ഇടയാകും. അതുകൊണ്ട് ഹല്ലേലൂയ ഇന്ന് രാത്രി കാലം ദൈവം ഈ സമയത്ത് നമ്മളോട് ദൈവം സംസാരിക്കുമ്പോൾ ഹല്ലേലൂയ ഈ മെസ്സേജിലൂടെ ദൈവം നിങ്ങളോട് ഇടപെടുമ്പോൾ ഹല്ലേലൂയ നിങ്ങൾ ദൈവത്തിന്റെ സന്നദ്ധയില് ദൈവത്തിന് സമർപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുമെങ്കിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യുവാനാകും ഇടയാകും. ഈ ഈവനിങ് മെസ്സേജ് നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായി നിശ്ചയമായും വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. അതുകൊണ്ട് കർത്താവിൽ അടിയുറച്ച് വിശ്വസിക്കുവാൻ സർവശക്തനായ ദൈവം നിങ്ങൾ സഹായിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.